ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശില്പ. വരാനിരിക്കുന്ന LPST UPST പരീക്ഷകൾക്കുള്ള തയ്യാറെടുപ്പ് എവിടെ വരെയായി? പഠിച്ചു തുടങ്ങിയോ എല്ലാവരും? പാഠപുസ്തകങ്ങൾക്കുള്ള പ്രാധാന്യം മറക്കരുത്. അപ്പോൾ പുതിയ പാഠപുസ്തകങ്ങളാണ്. അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ഫസ്റ്റ്, അതായത് SS1-ലെ ലെസൺസ് ആണ്. അപ്പോൾ ഇതിനു മുൻപ് നമ്മൾ മുൻ ക്ലാസ്സുകളിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നിങ്ങൾ നോക്കുക. 5ാം ക്ലാസ്സും അതേപോലെ തന്നെ 7ാം ക്ലാസ്സും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് 9ാം ക്ലാസ്സിലെ SS1-ലെ കുറച്ച് ലെസൺസ് ആണ്. അപ്പം നമുക്ക് നമ്മുടെ സിലബസുമായി ചേർത്ത് വെച്ച് ഏതൊക്കെ ഭാഗങ്ങളാണ് നമ്മൾ നല്ല രീതിയിൽ പഠിക്കണ്ടേ എന്നുള്ളതും കൂടി പറയാം. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ലെസൺസ് വരുന്നത് 8 ലെസൺസ് ആണ് വരുന്നത്. പാർട്ട് 1ഉം പാർട്ട് 2ഉം ആയിട്ട്. ശിലായുഗത്തിൽ നിന്ന് മുന്നോട്ട്, ആശയങ്ങളും ആദ്യകാല രാഷ്ട്രങ്ങളും, ഭൂമിദാനവും ഇന്ത്യൻ സമൂഹവും, ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം, ഇന്ത്യയിലെ ജനസംഖ്യാ പ്രവണതകൾ, ചോളനാട്ടിൽ നിന്നും ഡൽഹിയിലേക്ക്, ജനാധിപത്യത്തിന്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ, ലിംഗവിവേചനമില്ലാത്ത സമൂഹത്തിലേക്ക്. ഇതാണ് ലെസന്റെ പേരുകൾ. 8 ലെസനാണ് ഉള്ളത്, പാർട്ട് 1ഉം പാർട്ട് 2ഉം ആയിട്ട്. SS1-ലെ ആണ് കേട്ടോ, SS2-ലെ ഞാൻ എടുത്തിട്ടില്ല, SS1-ലെ ആണ് പറഞ്ഞത്. അപ്പോൾ ആദ്യത്തെ ലെസൺ ആണ് അധ്യായം 1, ശിലായുഗത്തിൽ നിന്ന് മുന്നോട്ട്. അപ്പോൾ ശിലായുഗത്തെ കുറിച്ചിട്ടൊക്കെ നമ്മൾ 6ാം ക്ലാസ്സിലൊക്കെ, പുതിയ ടെക്സ്റ്റിൽ തന്നെ 6ാം ക്ലാസ്സിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം അല്ലേ, എങ്ങനെയാണ് ശിലായുഗത്തിലേക്ക് എത്തിപ്പെട്ടത്, അല്ലെങ്കിൽ ശിലായുഗം എന്തായിരുന്നു ആ ഒരു സമയത്തെ കാര്യങ്ങൾ എന്നുള്ളതൊക്കെ നമുക്കറിയാം. അപ്പോൾ അതിനെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ലെസണിൽ പറയുന്നുണ്ട്. അവിടെ ശിലായുഗത്തെക്കുറിച്ചിട്ടും ലോഹയുഗത്തെക്കുറിച്ചിട്ടും, പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം, വെങ്കലയുഗം, ഇരുമ്പ് യുഗം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ പാഠപുസ്തകത്തിൽ ഈ ഒരു ലെസണിൽ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ എന്താണ് വേദകാലഘട്ടത്തെക്കുറിച്ചിട്ടും പിൽക്കാല വേദകാലഘട്ടത്തെക്കുറിച്ചിട്ടും ഒക്കെ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ടെക്സ്റ്റ് ബുക്കുകളിലേക്കാളും കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ടോപ്പിക്ക് നല്ല രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരു ലെസൺ ആണ്. ഫസ്റ്റ് ലെസൺ ആണ് ശിലായുഗത്തിൽ നിന്ന് മുന്നോട്ട്. 9ാം ക്ലാസ്സിലെ ആദ്യത്തെ ലെസൺ ആണിത്. ശിലായുഗത്തെ കുറിച്ചിട്ടും പ്രാചീന ശിലായുഗത്തിലെ എന്തൊക്കെയായിരുന്നു അവര് കണ്ടെത്തിയത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ ജീവിച്ചിരുന്നത്, എന്തൊക്കെയാണ് ഉപയോഗിച്ചു കൊണ്ടിരുന്നത്, അല്ലേ? അങ്ങനെയാണ് ചോദ്യങ്ങൾ വരാറ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കെപ്പോഴും പഠിക്കാനുള്ളത് വെങ്കലയുഗ സംസ്കാരങ്ങളാണ്. ഇപ്പം നിലവിലുള്ള സിലബസ് പ്രകാരം വെങ്കലയുഗ സംസ്കാരമാണ് നമുക്ക് പഠിക്കാനുള്ളത്. പക്ഷെ അതിൻ്റെ കുറച്ച് മുന്നോട്ട്, വെങ്കലയുഗ സംസ്കാരത്തിന് തൊട്ട് മുൻപ് എന്തായിരുന്നു എന്നുള്ളത് നമുക്കറിയണം, വേണ്ടേ? അപ്പോൾ ആ ഒരു ഏരിയ നിങ്ങൾ വായിച്ചിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ഭാഗം, ഈ ഒരു ലെസൺ നല്ല രീതിയിൽ മനസ്സിലാക്കുന്നത് ഈ വെങ്കലയുഗ സംസ്കാരം കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് പഠിക്കാനായിട്ട് എളുപ്പമാവും കേട്ടോ. അപ്പോൾ ഈ ഒരു ലെസൺ സിലബസിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, പക്ഷേ നമ്മളിത് പഠിച്ചാലേ വെങ്കലയുഗ സംസ്കാരത്തെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. അതൊരു കണ്ടിന്യൂവേഷൻ ആണ്. ഓക്കെ, വെങ്കലയുഗ സംസ്കാരത്തിലെ 4 സിവിലൈസേഷനും പഠിക്കാനും ഉണ്ട്. അടുത്തത് രണ്ടാമത്തെയാണ് ആശയങ്ങളും ആദ്യകാല രാഷ്ട്രങ്ങളും. ഇവിടെ നമുക്ക് ജൈനമതത്തെക്കുറിച്ചിട്ടും ബുദ്ധമതത്തെക്കുറിച്ചിട്ടും വർദ്ധമാന മഹാവീരനെ കുറിച്ചിട്ടും ബുദ്ധനെ കുറിച്ചിട്ടും ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അവരെങ്ങനെയാണ് ബുദ്ധമതം സ്ഥാപിച്ചതും അല്ലെങ്കിൽ ജൈനമതം സ്ഥാപിച്ചതും, വർദ്ധമാന മഹാവീരന്റെ വിശേഷങ്ങളും അദ്ദേഹത്തിന്റെ ജനിച്ച കാര്യങ്ങളും, അങ്ങനത്തെ എല്ലാ ഡീറ്റെയിലും നമുക്ക് അവിടെ പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ മഹാജനപദാസ് ഈ ഒരു ലെസണിൽ വരുന്നതാണ്. 16 മഹാജനപദങ്ങളെ കുറിച്ചിട്ടും അതേപോലെ തന്നെ മഗധയെ കുറിച്ചിട്ടും മൗര്യന്മാരെ കുറിച്ചിട്ടും ഒക്കെ ഈ ഒരു ലെസണിൽ പഠിക്കാനുണ്ട്. പക്ഷെ നമുക്ക് സിലബസ് പ്രകാരം പഠിക്കാനുള്ള ഒരു ടോപ്പിക് അല്ല ഇത്, ജൈനമതത്തെക്കുറിച്ചിട്ടും ബുദ്ധമതത്തെക്കുറിച്ചിട്ടും ഒന്നും. പക്ഷേ ലെസൺ ഒന്ന് വായിച്ചു വിടുന്നത് നല്ലതായിരിക്കും. ആദ്യമായിട്ടൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ എന്താണ് ആ ലെസണിൽ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നമുക്കൊരു ഐഡിയ ഉണ്ടാവണമല്ലോ. അപ്പോൾ ആ ഒരു രീതിക്ക് നമ്മൾ എന്ത് ചെയ്യണം, ലെസൺ 1-2 പ്രാവശ്യം വായിച്ച് പ്രധാനപ്പെട്ട പോയിന്റുകൾ മാർക്ക് ചെയ്ത് വെച്ച് പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് വായിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അടുത്ത ലെസൺ ആണ് അധ്യായം 3, ഭൂമിദാനവും ഇന്ത്യൻ സമൂഹവും. 3ാമത്തെ ലെസണിൽ പറയുന്നത് ശതവാഹനന്മാരെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. ശതവാഹനാസ് അല്ലേ, അതങ്ങനെ ഒരു ഡൈനാസ്റ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. ശതവാഹനന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. ഗുപ്തന്മാരെ കുറിച്ചിട്ട് വളരെ വിശദമായിട്ട് ഗുപ്തവംശത്തെ കുറിച്ചിട്ടും അന്നത്തെ ഗുപ്തവംശത്തെ ആ സമയത്തുണ്ടായിരുന്ന ഗ്രന്ഥങ്ങളെ കുറിച്ചിട്ടും
അവരുടെ ജീവിത രീതികളെ കുറിച്ചിട്ടും അന്ന് നിലനിന്നിരുന്ന സമ്പ്രദായങ്ങളെ പറ്റിയിട്ടൊക്കെ വളരെ വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട്. അതുപോലെ അവര് വടക്കേ ഇന്ത്യയിൽ നിന്ന് സൗത്ത് ഇന്ത്യയിലേക്ക് അവരുടെ ആ ഒരു ആക്രമണം, അങ്ങനെ സൗത്ത് ഇന്ത്യയിലേക്കുള്ള വരവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ലെസനാണ് ഭൂമിദാനവും ഇന്ത്യൻ സമൂഹവും എന്ന് പറയുന്നത്. അപ്പോൾ ആ ലെസൺ കൂടി ജസ്റ്റ് വായിച്ചു വിടണം. വീണ്ടും ഞാൻ പറയുന്നു, സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, പക്ഷെ പറയാൻ പറ്റില്ല നമുക്ക്, അല്ലേ? പാഠപുസ്തകങ്ങൾക്ക് അത്രമേൽ പ്രാധാന്യമുള്ള ഒരു പരീക്ഷയാണ് LPST UPST. അപ്പോൾ നമുക്ക് ചോദിക്കാം. അപ്പോൾ ഒന്ന് വായിക്കുക, നല്ല രീതിയിൽ മനസ്സുറച്ച് തന്നെ വായിക്കുക, എന്നിട്ട് പ്രധാനപ്പെട്ട പോയിന്റുകളെല്ലാം മാർക്ക് ചെയ്യുക. അടുത്തതാണ് ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം. വളരെ പ്രധാനപ്പെട്ട ഒരു ലെസനാണ്. വളരെ ഡീറ്റെയിൽ ആയിട്ട് കുറേ കാര്യങ്ങൾ ഇവിടെ പഠിക്കാനുണ്ട്. എനിക്ക് തോന്നുന്നു സ്കിപ്പ് ചെയ്യാൻ ഒട്ടും തന്നെ പോയിന്റുകൾ ഇല്ലാത്തൊരു ലെസനാണ് 4ാമത്തെ ലെസൺ. ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ച് പറയുന്നുണ്ട്. കണ്ടോ, ലക്ഷ്യപ്രമേയം എന്താണ് ലക്ഷ്യപ്രമേയം എന്നും എങ്ങനെയാണ് ലക്ഷ്യപ്രമേയത്തിലേക്ക് എത്തിയത് എന്നും നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് എന്നും ഭരണഘടനാ നിർമ്മാണ സഭ രൂപം കൊണ്ടതും അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഇവിടെ പറയുന്നുണ്ട് ഈ ഒരു ലെസണിൽ. ഭരണഘടനയുടെ സവിശേഷത പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഫെഡറലിസം, അധികാര വിഭജനത്തെ കുറിച്ചിട്ടും ഈ ഒരു ലെസണിൽ തന്നെ പറയുന്നുണ്ട്. സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ് ഒക്കെ ഇല്ലേ, അതൊക്കെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ പാർലമെന്റ്, അതുപോലെ എക്സിക്യൂട്ടീവ് അല്ലെ, കാര്യനിർവഹണ വിഭാഗം, അതുപോലെ നിയമനിർമ്മാണ വിഭാഗം, അല്ലേ? അപ്പം അങ്ങനെയുള്ള വിഭാഗങ്ങളെ കുറിച്ചിട്ടും അതുപോലെ സുപ്രീം കോടതി, ഹൈക്കോടതി, നീതി നിർവഹണ വിഭാഗം, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ തന്നെ ഈ ഒരു ലെസണിൽ പറയുന്നുണ്ട്. നമ്മുടെ സിലബസിൽ ഉൾപ്പെട്ട കാര്യങ്ങളാണ് സുപ്രീം കോടതി, ഹൈക്കോടതി, ലോക്സഭ, രാജ്യസഭ, പാർലമെന്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? അപ്പൊ ഈ ഒരു ഭാഗം നല്ല ഉറച്ചു പഠിക്കേണ്ട ഒരു ലെസനാണ്. ലെസന്റെ പേരാണ് ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം. അധ്യായം 4ാമത്തെ അധ്യായമാണ്. ഒരു വാക്ക് പോലും സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത അത്രയും പ്രധാനപ്പെട്ട ഒരു ലെസനാണ്. ഇതില് കൃത്യമായിട്ട് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചതിനെ കുറിച്ചിട്ടും ഭരണഘടനയുടെ സവിശേഷതകളെ കുറിച്ചിട്ടും ഫെഡറലിസത്തെ കുറിച്ചിട്ടും ഒക്കെ പറയുന്നുണ്ട്. അടുത്തത് അധ്യായം 5 ഇന്ത്യയിലെ ജനസംഖ്യാ പ്രവണതകൾ. ഈ ഒരു ലെസണിൽ ജനസംഖ്യാ വളർച്ചയെ കുറിച്ചിട്ട്, കുടിയേറ്റം അല്ലെ, കുടിയേറ്റത്തെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ സ്ത്രീ പുരുഷ അനുപാതത്തെ കുറിച്ചും ശിശുമരണ നിരക്ക്, ഇങ്ങനെയൊക്കെയുള്ള പൊതുവായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഈ ഒരു ലെസണിൽ പറയുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് വായിക്കുക. അതുപോലെ നിരക്കുകളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഓരോ വർഷങ്ങൾക്കും വ്യത്യാസം ഉണ്ടാവും, അല്ലെ? അപ്പൊ കറണ്ട് ആയിട്ടുള്ള സ്റ്റാറ്റസ് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. അപ്പൊ ഈ ഒരു ഭാഗം അങ്ങനത്തെ ഒരു എന്താ പറയാ കണക്കുകൾ, ജനസംഖ്യാ കണക്കെടുപ്പുകളും അതുപോലെ തന്നെ സ്ത്രീ പുരുഷ അനുപാതവും ശിശുമരണ നിരക്കും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു ലെസനാണ്. അടുത്തതാണ് അധ്യായം 6 ചോള നാട്ടിൽ നിന്നും ഡൽഹിയിലേക്ക്. ഇവിടെ ചോള സാമ്രാജ്യത്തെ കുറിച്ചിട്ടും ചാലൂക്യന്മാരെ കുറിച്ചിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ദെൻ ഡൽഹിയിലേക്ക് എന്ന് പറയുമ്പോൾ തന്നെ ഊഹിക്കാം എവിടെ എത്തിപ്പെടുന്നുണ്ട്. ഡൽഹി സൽത്താനേറ്റിലാണ് എത്തിപ്പെടുന്നത്. മംലോക് വംശം, ഖിൽജി, തുഗ്ലക്ക്, ഇങ്ങനെയുള്ള വംശങ്ങളെ കുറിച്ചിട്ട് എല്ലാം തന്നെ അവിടെ പ്രതിപാദിക്കുന്നുണ്ട്. ആ ഒരു ലെസണിൽ അത്രയും കാര്യങ്ങളാണ്. പക്ഷെ ഒട്ടും വായിക്കാതെ പോവരുത്. പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം നോട്ട് ചെയ്ത് വെക്കേണ്ട ലെസനാണ്. അടുത്ത ലെസനാണ് അധ്യായം 7 ജനാധിപത്യത്തിന്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ. ആ ലെസന്റെ പേരിൽ തന്നെയുണ്ട്, അല്ലെ? സ്ഥാപനങ്ങളെ കുറിച്ചിട്ടാണ് ഇവിടെ പഠിക്കാനുള്ളത്. ഇവിടെ പ്രധാനപ്പെട്ട ഭരണഘടനാ സ്ഥാപനങ്ങളും ഭരണഘടന ഏതര അല്ലെങ്കിൽ ഭരണഘടനയിൽ ഉൾപ്പെടാത്ത കുറച്ച് സ്ഥാപനങ്ങളും ഉണ്ട്, അല്ലെ? കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ആൻഡ് നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്, അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ലെസണിൽ പറയുന്നത്. കമ്മീഷനുകളെ കുറിച്ചിട്ട് ഈ ഒരു ലെസണിൽ പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, അതുപോലെ തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ, ബാലാവകാശ കമ്മീഷൻ, പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ, അതുപോലെ തന്നെ പബ്ലിക് സർവീസ് കമ്മീഷൻ, വനിതാ കമ്മീഷൻ, ഇങ്ങനെയുള്ള കമ്മീഷനുകളെ കുറിച്ചിട്ടും അതിൻ്റെ തന്നെ സ്റ്റേറ്റ് ലെവലിൽ പ്രവർത്തിക്കുന്ന കമ്മീഷനുകളെ കുറിച്ചിട്ടും ഈ ഒരു ലെസണിൽ പഠിക്കാനുണ്ട്. അത് പ്രധാനപ്പെട്ടത് തന്നെയാണ്, അല്ലേ? അടുത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. സിലബസിൽ ഇല്ല എങ്കിലും കറണ്ട് അഫയർ ഒക്കെ ചേർത്ത് ചോദിക്കാൻ പറ്റിയ ഭാഗമാണത്. പക്ഷെ അത് ഒരു അടിസ്ഥാന അറിവിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളാണ്. അപ്പം അത് ഏതൊക്കെ വർഷമാണ് നിലവിൽ വന്നത് എന്നുള്ളതും എന്തൊക്കെയാണ് അതിൻ്റെ ഉൾപ്പെടുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ എത്ര വയസ്സ് വരെയുള്ള ആൾക്കാരെയാണ് അല്ലെങ്കിൽ കുട്ടികളെയാണ് ബാലാവകാശ കമ്മീഷന്റെ ആ ഒരു പരിധിയിൽ നിർണ്ണയിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ വനിതാ കമ്മീഷൻ
അതിൽ തന്നെ നമ്മൾ സ്ത്രീധന നിരോധന നിയമവുമായിട്ടും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് സ്റ്റാറ്റിക് ആയിട്ട് പഠിച്ചു വെക്കേണ്ടതും കറണ്ട് അഫെയർ ചേർത്ത് ചോദിക്കാൻ സാധ്യതകളുമായിട്ടുള്ള ഭാഗങ്ങളാണ്. അടുത്തതാണ് അധ്യായം 8, ലാസ്റ്റ് ലെസൺ ആണ്, ലിംഗവിവേചനമില്ലാത്ത സമൂഹത്തിലേക്കും. പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല, പക്ഷെ അവിടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ലിംഗവിവേചനം പാടില്ല എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ അവിടെ ലിംഗവിവേചനത്തെ അങ്ങനെ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ കുറച്ച് ആർട്ടിക്കിളുകൾ ജാതിയുടെയോ മതത്തിൻ്റെയോ ലിംഗത്തിൻ്റെയോ പേരിൽ വേർതിരിവ് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് പഠിക്കാനുള്ളതാണ്. അതായത് തുല്യ ജോലിക്ക് തുല്യ വേതനം, അല്ലേ? അപ്പോൾ സ്ത്രീക്കായാലും പുരുഷനായാലും ഒരേ വേതനം വേണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ലിംഗ വ്യത്യാസമില്ലാതെ നടപ്പിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടും അവിടെ പറയുന്നുണ്ട്. അതെന്തായാലും പഠിക്കണം. പക്ഷെ മറ്റു കാര്യങ്ങളൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊന്നും തന്നെ ഈ ലെസണിലില്ല. ഇതൊരു ബോക്സ് വരച്ചിട്ട് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് വായിച്ചു നോക്കി പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് 9ാം ക്ലാസ്സിലെ SS1 ഭാഗങ്ങൾ. പക്ഷേ ഇവിടെ കുറച്ച് ഭാഗങ്ങൾ നല്ല പോലെ പഠിക്കാനുണ്ട്, കുറച്ച് ഭാഗങ്ങൾ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്തതുമുണ്ട്. പക്ഷേ ഞാൻ വീണ്ടും ഇതിനു മുൻപും പല ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലെങ്കിലും നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഫുള്ളായിട്ട് വായിച്ചിരിക്കണം, പ്രധാനപ്പെട്ട നോട്ടുകൾ എഴുതി വെക്കണം. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം പഠിച്ചെടുക്കാനുള്ള സമയമുണ്ട് നമ്മുടെ മുന്നിൽ, അല്ലേ? അപ്പോൾ ഒരു ദിവസം ഒരു 4 ലെസണൊക്കെ വായിച്ചു കഴിഞ്ഞാലും നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് പറ്റും. അപ്പോൾ കൃത്യമായിട്ട് വായിക്കുക, പഠിക്കുക, ഷോർട്ട് നോട്ട് എഴുതി വെക്കുക. ഈ ഷോർട്ട് നോട്ടുകൾ എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നത് പരീക്ഷയ്ക്ക് കുറച്ച് മുൻപുള്ള സമയങ്ങളിലാണ്. അപ്പോൾ ഒരാഴ്ച മുൻപൊക്കെ നമുക്കൊന്ന് റിവിഷൻ ചെയ്യാൻ ഹെൽപ്ഫുൾ ആകും. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാം അങ്ങനെയൊന്നും വിചാരിക്കരുത്. നല്ല രീതിയിൽ ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം. നല്ല അവസരങ്ങളാണ് മുന്നിൽ ഉണ്ടാവുക. അപ്പോൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം. അപ്പോൾ പുതിയ ബാച്ചുകൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ. ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതേപോലെ തന്നെ അധ്യാപക തസ്തികകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ അപ്ഡേഷൻസും ഈ ഒരു ചാനലിലായിരിക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്